പത്തനംതിട്ട കുമ്പഴയിൽ ബൂത്തിലെത്തി പ്രതിഷേധിച്ച് ആന്റോ ആന്റണി കൈപ്പത്തിക്ക് ചെയ്ത വോട്ട് താമര ചിഹ്നത്തിന് പോയെന്നാണ് ആന്റോ ആന്റണിയുടെ പരാതി. എന്താണ് അങ്ങനെ? കുമ്പഴ വടക്ക് SNV UP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലാണ് പരാതി. നടപടി വേണമെന്ന് ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. വ്യാജ ആരോപണമെന്നാണ് BJP പറയുന്നത്. പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോകാം. പ്രവീൺ പുരുഷോത്തമൻ, താമരയും കൈപ്പത്തിയും ഒക്കെ അകലത്തിലല്ലേ ഇരിക്കുന്നത് ഈ ബാലറ്റിൽ? എങ്ങനെയാണ് ആ ഒരു EVM-ന്റെ ഒരു ക്രമീകരണം? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രവീണിനവിടെ ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ ആന്റോ ആന്റണി പറഞ്ഞ കാര്യത്തിൽ അതിന് ആധികാരികമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്താണ് കിട്ടുന്ന ഒരു വ്യക്തത? സുജിയ, ഞാനിപ്പോൾ പത്തനംതിട്ട കുമ്പഴ വടക്ക് SNV UP സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിലാണുള്ളത്. ഇവിടെ ഒരു വോട്ടർ വോട്ട് ചെയ്തപ്പോൾ അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനല്ല വോട്ട് പോയത്, പകരം താമര ചിഹ്നത്തിന് വോട്ട് പോയതായി ഈ ഒരു വോട്ടർ, വനിതാ വോട്ടർ, ഒരു പരാതി ഉന്നയിച്ചു. അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് ഇത് കോൺഗ്രസ് നേതൃത്വം ഈ പരാതി അറിയുകയും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ബൂത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ആന്റോ ആന്റണി വിഷയത്തിൽ ഇടപെടുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഈ ഒരു കാര്യത്തിൽ എത്രയും വേഗം നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യത്തിൽ അത് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഉടനടി ആ ഒരു നടപടി വേണം. ഇങ്ങനെ സ്ഥിരമായി വോട്ട് താമര ചിഹ്നത്തിന് പോകുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഉന്നയിച്ചു. അതിനുശേഷം ഇവിടെ വോട്ടിംഗ് അല്പനേരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം UDF-ന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അങ്ങനെ ഒരു പരാതി നേരിട്ട് എഴുതി തരികയാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നീട് കോന്നി MLA KU ജനീഷ് കുമാർ, CPIM പ്രതിനിധി, ഇങ്ങോട്ടേക്ക് എത്തിയ വിഷയത്തിൽ ഇടപെട്ടു. അതേസമയം തന്നെ BJP പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തി. ഇവർ 3 പേരും, അപ്പോൾ അണികളും ഉണ്ടായിരുന്നു. ഈ പോളിംഗ് ബൂത്തിന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് ഇപ്പോൾ ഇവിടെ നിന്നും ഈ 3 പാർട്ടികളുടെയും ആളുകളെ, നേതാക്കളെ ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ UDF ആവർത്തിച്ച് പറയുന്നത് വോട്ട് മാറി തന്നെ പോയിരിക്കുന്നു, താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോയിരിക്കുന്നു. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ഈ പരാതിക്കാരിയായിട്ടുള്ള ഡെയ്സി എന്ന് പറഞ്ഞ വോട്ടറുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനല്ല വോട്ട് പോയത്, പകരം താമര ചിഹ്നത്തിനാണ് വോട്ട് പോയത്. ഇപ്പോൾ നാം ദൃശ്യത്തിൽ കണ്ടത് ആ വോട്ടറെ വീണ്ടും വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട്. നേരത്തെയാണെങ്കിൽ അവർക്ക് നമ്മളോട് അവർ പ്രതികരിച്ചത് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ വന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലൊരു പരാതി പറഞ്ഞിട്ടും അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. പക്ഷേ വീണ്ടും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും അത് ചില നിയമ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാരണം വീണ്ടും അപ്പോൾ EVM-ലെ വോട്ട് നമുക്കൊരു വോട്ടറുണ്ട്, അൻസു എൽസ സന്തോഷ്, പത്തനംതിട്ട മണ്ഡലത്തിലെ, ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. വോട്ടൊക്കെ ചെയ്തിട്ടിരുന്നാണ് ഇപ്പോൾ നമ്മുടെ PCR നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻസു എൽസ സന്തോഷ് പറയുന്നു, അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും EVM-ൽ അടുത്തടുത്താണ് കിടക്കുന്നത്. അൻസുവിനും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായി, പക്ഷേ അൻസുവിന്റെ മനസ്സിൽ ഉറച്ച ഒരു ചിഹ്നമുണ്ട്, അതുകൊണ്ട് തന്നെ അൻസു അതിൽ കൃത്യമായി കുത്തിയിട്ട് വന്നു എന്നാണ് അൻസു പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ സെക്കൻഡ് നെയിം അല്ലെങ്കിൽ സർനെയിം എന്ന് പറയുന്നത് ആന്റണിയാണ്, അതോടൊപ്പം തന്നെ താമരയും കൈപ്പത്തിയും തമ്മിൽ ഈ വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായതാണോ? ഡെയ്സി ഒരു പൂവിന്റെ പേരാണ്, പക്ഷേ കുത്തിയ പൂവ് ഇഷ്ടമില്ലാത്ത പൂവായിരുന്നു എന്നിപ്പോൾ പരാതിപ്പെടുകയും ചെയ്തു, അല്ലേ പ്രവീൺ? അതെ സുജിയ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇത് വോട്ടർ തന്നെ പറയുകയാണ്, താൻ മനസ്സിൽ ഉദ്ദേശിച്ച ആളുടെ ചിഹ്നത്തിനല്ല വോട്ട് പോയത്, പകരം താമര ചിഹ്നത്തിനാണെന്ന് പറയുന്നു. ഇനി അത് അന്വേഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ. ഇപ്പം നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ വനിതയാണ് വോട്ടർ. അവരാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അല്പസമയം മുമ്പ് വരെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിയമപരമായി നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആദ്യം അവർ ഉദ്ദേശിച്ച ആ ഒരു ചിഹ്നത്തിനല്ല രണ്ടാമതും അവർ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് വോട്ട് വീഴുന്നില്ലെങ്കിൽ അവർക്ക് തടവ് ശിക്ഷ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നിയമപ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് അവർ ഏത് സ്ഥാനാർത്ഥിക്കാണോ ആദ്യം വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അവർ വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്യുകയും ആ സ്ഥാനാർത്ഥിക്ക് ആ വോട്ട് ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അവർക്ക് തടവ് ശിക്ഷയിലേക്കും ഒപ്പം പിഴശിക്ഷയിലും ഒക്കെ അത് നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതോടുകൂടി ആദ്യം ഈ പരാതിക്കാരി താൻ വീണ്ടും വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയി. കാരണം ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെയൊരു
ഭയം മനസ്സിൽ തോന്നിയിരിക്കാം. കാരണം താൻ ആദ്യം ചെയ്ത വോട്ട് അവർ പറയുന്ന രീതിക്കാണെങ്കിൽ മറ്റൊരു ചിഹ്നത്തിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ നിയമവശങ്ങൾ ഇവിടെ ഒരു പ്രവീൺ, അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അതായത് ഇപ്പോൾ അവർ കൃത്യമായി വോട്ട് വീഴുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ EVM ഫോൾട്ടി ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത് ടെസ്റ്റ് അടിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചില്ല എങ്കിൽ, അവർ ആദ്യം എന്താണോ പരാതി ഉന്നയിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചില്ല എങ്കിൽ അവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതായത് ശിക്ഷാ നടപടികളടക്കം നേരിടേണ്ടി വരും. അതായത് EVM ഫോൾട്ടി ആണ് എന്ന ആരോപണം വ്യാജമായി ഉന്നയിച്ചു എന്ന പേരിൽ. അതായിരിക്കും ഒരുപക്ഷെ അവരെ ഭയപ്പെടുത്തിയത്. അവരിപ്പോൾ പ്രതികരണത്തിന് തയ്യാറാണോ? രണ്ടാമത് വോട്ട് ചെയ്തോ ചെയ്യുന്നുണ്ടോ? എന്താണ് ഡെയ്സിയുടെ തീരുമാനം? നമുക്കിപ്പോൾ ഡെയ്സിയോട് തന്നെ ആ കാര്യത്തിൽ ചോദിക്കാം. പക്ഷേ അല്പം ഒരു നിയന്ത്രണം ഉള്ളത്, ഇതൊരു പോളിംഗ് ബൂത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ അല്പം നിയന്ത്രണങ്ങളുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഈ ഒരു വിഷയത്തിൽ BJPയുടെ പ്രതികരണം വന്നിരിക്കുന്നത് UDF ഇപ്പോൾ തന്നെ തോറ്റു കഴിഞ്ഞു, അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി ആന്റണി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് BJPയുടെ നേതൃത്വം ഇവിടെ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KU ദിനേശ് കുമാർ MLAയും BJPക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. LDFും പറയുന്നത് ആന്റണി തോൽവി സമ്മതിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഒരു ബൂത്തിന് മുന്നിൽ വന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ആന്റണി ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതേസമയം തന്നെ ആന്റണിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആന്റണി തന്റെ അതേ വാദഗതിയിൽ ഉറച്ച് നിൽക്കുന്നു. കാരണം അവർ വീണ്ടും വോട്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇതാണ് സുജയ പ്രശ്നം. കാരണം ഇത് പോളിംഗ് ബൂത്ത് ആയതിനാൽ തന്നെ അവർ പറഞ്ഞത് അവർ വോട്ട് ചെയ്തു എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഈ പോളിംഗ് ബൂത്തിന് സമീപമായതുകൊണ്ട് നമുക്ക് അല്പം നിയന്ത്രണങ്ങൾ ഇവിടെയുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നമുക്ക് പത്തനംതിട്ടയിലെ ഡെയ്സി ചേച്ചി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കഥാപാത്രമായി കഴിഞ്ഞിരിക്കുകയാണ്. ആഗ്രഹിച്ച വോട്ടല്ല വീണത് എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ച ആൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ ഡെയ്സി എന്ന വോട്ടർ. ആ ഡെയ്സി എന്ന വോട്ടർ പോളിംഗ് ബൂത്തിന്റെ പടിയിറങ്ങി പുറത്തേക്ക് വന്നതിന് ശേഷം പ്രതികരണം എടുത്താൽ മതി പ്രവീൺ. അതാണ് നിയമപരമായി ശരിയായുള്ള നടപടി. അപ്പോൾ നമുക്ക് നിയമത്തിനനുസരിച്ച് പോകുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഡെയ്സി ചേച്ചി അവിടെ നിൽക്കൂ. ഡെയ്സി ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെയ്സി ചേച്ചിയുടെ പ്രതികരണം നമ്മൾ എടുത്തോളാം.